जिसने हमारे साथ गलत किया हम उसे क्यों छोड़े, उसे की फांसी की सजा होनी चाहिए. ഇത്തരമൊരു കാര്യം കേട്ട ശേഷം നമ്മളൊക്കെയും ലജ്ജിക്കണം. ഒരു പെൺകുട്ടി പോലീസ് സ്റ്റേഷന്റെ പുറത്ത് കരഞ്ഞുകൊണ്ട് പറയുകയാണ് ചില ആളുകൾ ചേർന്ന് അവളുടെ ജീവിതം നശിപ്പിച്ചുവെന്ന്. അപ്പോൾ സംഭവിക്കേണ്ടത് എന്തായിരുന്നു? പോലീസ് ആ പ്രതികളെ ഉടൻ തന്നെ പിടികൂടി ആ പെൺകുട്ടിക്ക് നീതി നൽകണമായിരുന്നു. പക്ഷേ നമ്മുടെ രാജ്യത്തിലെ ചില പോലീസ് ഉദ്യോഗസ്ഥർ ഇന്നും അടച്ച മുറികളിൽ AC-യും ഫാനുകൾക്കുമിടയിൽ ഇരിക്കുകയാണ്. ഈ പെൺകുട്ടിയുടെ ശബ്ദം കേൾക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല. 16 ദിവസത്തോളം നീണ്ടുനിന്ന ഒരു ക്രൈം, അതിൽ ഒരാളല്ല നിരവധി ആളുകൾ ചേർന്നാണ് ഇത്രയും ഭീകരമായ ഒരു കുറ്റകൃത്യം ചെയ്തത്. നിങ്ങൾ ഈ ക്രൈമിനെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും നടുങ്ങിപ്പോകും. ഒരു സാധാരണ മനുഷ്യൻ പോലും ഒരു പെൺകുട്ടിയോട് ഇത്തരത്തിൽ ക്രൂരമായി പെരുമാറുമെന്നത് വിശ്വസിക്കാനാകുന്നില്ല. ഇന്ത്യയിലെ മധ്യപ്രദേശ് സംസ്ഥാനത്തുള്ള ഒരു നഗരമാണ് ഛതർപൂർ. അവിടെയാണ് ഈ പെൺകുട്ടി താമസിക്കുന്നത്. ഒരു സാധാരണ മിഡിൽ ക്ലാസ് കുടുംബത്തിൽപ്പെട്ട അവൾക്ക് മറ്റ് പെൺകുട്ടികളെ പോലെ തന്നെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ പഠിച്ച് ഒരു മികച്ച ജോലി നേടുകയും കുടുംബത്തിന് നല്ലൊരു ജീവിതം നൽകുകയും ചെയ്യണമെന്നത്. പക്ഷെ അതിനിടയിൽ നമ്മുടെ രാജ്യത്തിലെ ചില ക്രിമിനലുകൾ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവളുടെ മേൽ അത്യന്തം ക്രൂരമായൊരു കുറ്റകൃത്യം ചെയ്തു. വാസ്തവത്തിൽ ഛതർപൂർ സ്വദേശിയായ ഈ ഒരു പെൺകുട്ടി പഠനത്തിനായി വീട്ടിൽ നിന്നും അകലെയുള്ള ഉത്തർപ്രദേശിലെ മഹോബയിൽ താമസിക്കുകയായിരുന്നു. വീട്ടിൽ നിന്നും അകന്നു കഴിയുമ്പോഴും അവളുടെ പഠനം നന്നായി മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ഈ വർഷം അവളുടെ ഫൈനൽ പരീക്ഷകളും നടക്കാനിരിക്കുകയായിരുന്നു. നല്ല മാർക്ക് നേടി ഒരു മികച്ച ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷ അവൾക്കുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഇരിക്കെ 2026 ഏപ്രിൽ മാസം 30 ആ ദിവസം തൻ്റെ ജീവിതത്തിൽ ഇത്ര വലിയ ദുരന്തം സംഭവിക്കാനിരിക്കുകയാണെന്ന് ആ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു. അന്ന് രാവിലെ അവൾ പതിവ് പോലെ എഴുന്നേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാൻ തയ്യാറായി. അന്നത്തെ ദിവസം മുഴുവനും പഠനം കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അതേസമയം പുറകിൽ നിന്ന് അതിവേഗത്തിൽ ഒരു വാഹനം എത്തി. അതേ വാഹനം തന്നെയാണ് അവളുടെ ജീവിതം പൂർണ്ണമായും തകർത്തത്. ചില നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ വാഹനം പെൺകുട്ടിയുടെ അടുത്ത് നിർത്തി. അതിനകത്തു നിന്നും 2 പേർ പുറത്തേക്കിറങ്ങി. അവർ ആ പെൺകുട്ടിയെ ബലമായി പിടിച്ച് വാഹനത്തിനുള്ളിലേക്ക് തള്ളിയിട്ടു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ നിന്നും പുറപ്പെട്ടു. പെൺകുട്ടി ഉറക്കെ നിലവിളിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ചുറ്റുമുണ്ടായിരുന്ന ആരും അവളുടെ ശബ്ദം കേട്ടില്ല. ഇതിനിടയിൽ അവൾക്കൊരു ഇഞ്ചക്ഷൻ കൊടുത്തു. അതിനുശേഷം കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവൾക്ക് ബോധം നഷ്ടപ്പെട്ടു. പക്ഷെ അവൾ വളരെ ബുദ്ധിയുള്ളൊരു പെൺകുട്ടിയായിരുന്നു. ബോധം പോകുന്നതിന് മുൻപ് അവൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും മുഖം ശ്രദ്ധിച്ചു കണ്ടു. വാഹനം ഓടിച്ചത് ആരാണ്, തന്നെ പിടിച്ചവർ ആരൊക്കെയാണ്, എല്ലാം അവൾ തിരിച്ചറിഞ്ഞു. ആ വാഹനത്തിനുള്ളിൽ ഏകദേശം 5 പേരുണ്ടായിരുന്നു. ഓരോരുത്തരെയും അവൾക്ക് മനസ്സിലാക്കാനായി. അതിനർത്ഥം ജീവിതത്തിലെ ഏതോ ഒരു ഘട്ടത്തിൽ അവൾ ഇവരെ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു വലിയ ചോദ്യം ഇതായിരുന്നു, ഇവർ ആരാണ്? ഈ പെൺകുട്ടിയെ അറിയുന്നവർ എന്തിനാണ് അവളുടെ ജീവിതം നശിപ്പിക്കുന്നത്ര വലിയൊരു കുറ്റകൃത്യം ചെയ്യാൻ പോകുന്നത്? ആ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് മോഹിത് ശ്രീനിവാസ്, അങ്കിത് ശ്രീനിവാസ്, ഹല്ലു രാജ്പുത് എന്നിവരായിരുന്നു. കൂടാതെ താടിയുള്ള മറ്റൊരാൾ, പിന്നീട് വീണ്ടും കുറച്ചു പേർ കൂടെ ഉണ്ടായിരുന്നു. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ശേഷം അവരെല്ലാം ചേർന്ന് ആരും രക്ഷിക്കാനാകാത്തത്ര ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പെൺകുട്ടിക്ക് ബോധം തിരികെ വന്നു. അവളുടെ അടുത്തിരുന്നത് മോഹിത് എന്ന യുവാവായിരുന്നു. അവൾക്ക് മുന്നേ പരിചയമുള്ള ഒരാൾ. പക്ഷെ പരിചയം ഉണ്ടായിരുന്നിട്ടും അവൻ പെരുമാറിയത് അവൾ അവന്റെ ഏറ്റവും വലിയ ശത്രു എന്ന പോലെയാണ്. ഈ ഒറ്റപ്പെട്ട വീട്ടിൽ നിന്നാണ് ഈ ഭീകര കുറ്റകൃത്യങ്ങളുടെ എല്ലാം തുടക്കം നടക്കാൻ പോകുന്നത്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ചേർന്ന് അവളെ ക്രൂരമായി പീഡിപ്പിക്കാൻ തുടങ്ങി. ആദ്യം മോഹിത് എന്ന യുവാവാണ് അവളുടെ ശരീരം തൊട്ടത്. അതിനുശേഷം അവളുടെ മാനവും മനുഷ്യാവകാശവും പൂർണ്ണമായും തകർത്തു കളഞ്ഞു. പിന്നീട് ഒരാളിന് പിന്നാലെ മറ്റൊരാളായി അവളുടെ മേൽ ക്രൂരമായ അതിക്രമം നടത്താൻ തുടങ്ങി. ഏപ്രിൽ മാസം 30 ആരംഭിച്ച ഈ ഭീകര സംഭവം ഏകദേശം ഒരാഴ്ചയോളം തുടർന്നു. ഇതിനിടെ മെയ് മാസം 1 പെൺകുട്ടിയുടെ കുടുംബം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി, മകളെ കാണാനില്ല എന്ന്. അവൾ എവിടെയാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. എന്നാൽ ആരും അവളെ തട്ടിക്കൊണ്ടുപോയി. അവളുടെ ജീവിതത്തിൽ ആരും ചിന്തിക്കാനാകാത്തത്ര ദുരന്തം സംഭവിച്ചിരിക്കാമെന്ന് മാതാപിതാക്കൾ ഭയപ്പെട്ടു. കുടുംബം പലതവണ പോലീസിനോട് സഹായം അഭ്യർത്ഥിച്ചു.
ആദ്യ ദിവസങ്ങളിൽ അവർ വളരെ സാധാരണ രീതിയിൽ തന്നെ അപേക്ഷിച്ചു. പക്ഷെ അവരുടെ ശബ്ദം ആരും കേട്ടില്ല. 5 ദിവസം കഴിഞ്ഞ് കുടുംബാംഗങ്ങൾ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ പ്രതിഷേധം ആരംഭിച്ച ശേഷമാണ് പോലീസ് അന്വേഷണം തന്നെ തുടങ്ങിയത്. മറ്റൊരു വശത്ത് ആ പെൺകുട്ടിയോട് വീണ്ടും അതേ ക്രൂരതകൾ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവളെ ഭീഷണിപ്പെടുത്തുകയും ബലഹീനമാക്കുകയും ചെയ്തു. ചിലപ്പോൾ ചില മരുന്നുകൾ പോലുള്ള വസ്തുക്കൾ അവൾക്ക് നൽകി അവളെ ബോധരഹിതയായി നിലനിർത്തുകയും ചെയ്തു. അവൾക്ക് ബോധം തിരികെ കിട്ടരുത്, കിട്ടിയാൽ അവൾ രക്ഷപ്പെടുമെന്ന ഭയമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഈ സംഭവങ്ങൾക്കിടയിൽ ഒരു വലിയ സത്യം പുറത്തു വന്നു. മോഹിത് യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്ന ആ പെൺകുട്ടിക്ക് വ്യക്തമായി മനസ്സിലായി. വാസ്തവത്തിൽ ഈ കഥയുടെ തുടക്കം ഏകദേശം 1 വർഷം മുൻപാണ്. പഠനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് മോഹിത് തൻ്റെ ഒരു സുഹൃത്തിനോടൊപ്പം ബൈക്കിലെത്തി അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അവളെ പ്രണയത്തിലാക്കാൻ ശ്രമിക്കുകയും ഇന്നത്തെ ചില തെറ്റായ ലവർ ബോയ്സ് ചെയ്യുന്നത് പോലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു. പക്ഷെ ആ പെൺകുട്ടി വളരെ വ്യക്തമായ ഒരു ചിന്തയുള്ളവളായിരുന്നു. താൻ ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. കുടുംബത്തെ രക്ഷിക്കാൻ പഠനം പൂർത്തിയാക്കിയ ശേഷം ഒരു നല്ല ജോലി നേടേണ്ടതുണ്ടെന്നും അവൾക്ക് വ്യക്തമായിരുന്നു. അതുകൊണ്ട് അവൾ ആ യുവാവിനെ നിരസിച്ചു. എന്നാൽ 1 വർഷം മുൻപുണ്ടായ ആ സംഭവം കഴിഞ്ഞിട്ടും മോഹിത് പിന്മാറിയില്ല. അടുത്ത ദിവസങ്ങളിലും അവൻ അവളെ ശല്യം ചെയ്യാൻ തുടങ്ങി. അവസാനം പെൺകുട്ടി ഇതെല്ലാം കുടുംബത്തോട് പറഞ്ഞു. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഒടുവിൽ അവനിൽ നിന്നും ഒരുവിധം രക്ഷപ്പെടാൻ അവൾക്ക് കഴിഞ്ഞു. പക്ഷെ എന്തുകൊണ്ടോ ഈ 1 വർഷം കഴിഞ്ഞ ശേഷവും ആ യുവാവ് വീണ്ടും അവളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു. ഒരിക്കൽ അവളെ പ്രണയിക്കാൻ ശ്രമിച്ച അതേ വ്യക്തിയാണ് ഇപ്പോൾ അവളുടെ മേൽ ഇത്രയും ക്രൂരമായ കുറ്റകൃത്യങ്ങൾ നടത്തുന്നത്. അതിലും ഭീകരമായത് ഇതിൽ അവന്റെ കുടുംബവും പങ്കാളിയായിരുന്നു. അവന്റെ അച്ഛൻ, അങ്കിൾ കൂടാതെ മറ്റു പലരും ചേർന്ന് പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചു. അതോടൊപ്പം അവളെ മോഹിത്തിനെ വിവാഹം കഴിക്കാൻ ബലമായി നിർബന്ധിക്കുകയും ചെയ്തു. പക്ഷെ അവൾ അതിന് തയ്യാറായില്ല. ഒന്ന് ചിന്തിച്ചു നോക്കുക, വിവാഹം പോലും കഴിക്കാത്ത, തൻ്റെ പ്രണയിനി പോലും അല്ലാത്തൊരു പെൺകുട്ടിയോട് തന്നെ കുടുംബത്തെ കൂട്ടുപിടിച്ച് ഇത്രയും ക്രൂരമായി പെരുമാറുന്ന ഒരാൾ വിവാഹത്തിന് ശേഷം എത്ര ഭീകരമായി പെരുമാറുമെന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. പെൺകുട്ടി വീണ്ടും വീണ്ടും നിരസിച്ചതോടെ ആ കുടുംബാംഗങ്ങൾ പുതിയൊരു തന്ത്രം ഉപയോഗിച്ചു. അവളുടെ സഹോദരന്റെ ചില ഫോട്ടോസ് കാണിച്ച് ഞങ്ങളുടെ വാക്ക് കേട്ടില്ലെങ്കിൽ നിന്റെ സഹോദരനെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. സഹോദരനെ രക്ഷിക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് ചെയ്യണമെന്നും അവർ പറഞ്ഞു. അടുത്ത 2 ദിവസങ്ങളിലും അവളുടെ മേൽ വീണ്ടും വീണ്ടും അതിക്രമം നടന്നു. അവളുടെ മാനവും ആത്മാഭിമാനവും പൂർണ്ണമായും തകർത്തു. ഏകദേശം 8 മുതൽ 10 വരെയുള്ള ആളുകൾ ചേർന്നാണ് ഈ കുറ്റകൃത്യം നടത്തിയത്. മറ്റൊരു വശത്തെ പെൺകുട്ടിയുടെ കുടുംബം അപ്പോഴും പോലീസിനോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആരെങ്കിലും മുന്നോട്ട് വന്ന് സഹായിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു അവർ. പക്ഷെ പോലീസിന് യാതൊരു സൂചനയും കണ്ടെത്താനായില്ല. എൻ്റെ അഭിപ്രായത്തിൽ ആ 15 ദിവസത്തിനിടെ പോലീസ് ശരിയായ രീതിയിൽ അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ആ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞേനെ. കഥയിൽ വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത് മെയ് മാസം 10-നാണ്. അന്ന് പെൺകുട്ടിയുടെ കുടുംബം പോലീസിനോട് സംശയമുള്ള ആളുകളുടെ പേരുകൾ വ്യക്തമായി പറഞ്ഞു. അവരുടെ വീടിന്റെ അഡ്രസ് വരെ നൽകി. ഇവരാണ് ഞങ്ങളുടെ മകളെ തട്ടിക്കൊണ്ടു പോയതെന്ന് വ്യക്തമാക്കി. എന്നാൽ പോലീസ് ആ വീട്ടിൽ റെയ്ഡ് നടത്താനോ ശക്തമായ നടപടിയെടുക്കാനോ തയ്യാറായില്ല. ഒടുവിൽ മെയ് മാസം 15-ഓടെ എല്ലാ തരത്തിലും തകർന്നുപോയ ആ പെൺകുട്ടി വിവാഹത്തിന് സമ്മതിക്കേണ്ട സാഹചര്യമെത്തി. സ്വന്തം കുടുംബം അപകടത്തിലാണെന്നും ഇവരുടെ വാക്ക് കേൾക്കാത്ത പക്ഷം കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും ദുരന്തം സംഭവിച്ചേക്കാമെന്നും അവൾ ഭയപ്പെട്ടു. ഇത്തരം ഭീഷണികളിലും സമ്മർദ്ദങ്ങളിലും കുടുങ്ങിയാണ് ഒടുവിൽ ആ പെൺകുട്ടി അവരുടെ വാക്ക് കേൾക്കാൻ നിർബന്ധിതയായത്. ഇതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ചില വീഡിയോസ്, ഫോട്ടോസ് ആയിരുന്നു. മോഹിത്തിന്റെ അച്ഛനും ചാച്ചനും തന്നെയാണ് അവ പകർത്തിയത്. മോഹിത് അവളുടെ മേൽ അതിക്രമം നടത്തുമ്പോൾ ഇവരതെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ആ നിരപരാധിയായ പെൺകുട്ടിയോട് ഇപ്പോൾ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ലെങ്കിൽ ഈ വീഡിയോസും ഫോട്ടോസും എല്ലാം ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യും, അതിനുശേഷം എന്ത് സംഭവിക്കുമെന്ന് നിനക്ക് തന്നെ അറിയാമല്ലോ, ഇങ്ങനെ ഭീഷണിപ്പെടുത്തി. അവസാനം മോഹിത്തും കുടുംബവും ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു. വിവാഹം നടന്നു. പക്ഷെ വിവാഹത്തിന് ശേഷം അവൾക്ക് ഒറ്റയ്ക്കായിരിക്കേണ്ട ഒരു സാഹചര്യം ലഭിച്ചു. ഒരു നല്ല അവസരം. ആരും അടുത്തില്ലാത്ത ആ നിമിഷത്തിൽ ഒന്നും ചിന്തിക്കാതെ അവൾ ആ നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. ശരിയായി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു അവൾ. അതീവ വേദനയും ഭയവും നിറഞ്ഞ അവസ്ഥയിൽ എങ്ങനെയോ അവൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെത്തി. അവിടെ അവൾ ചെന്ന് ഈ വാക്കുകൾ പറഞ്ഞു: എന്നോട് തെറ്റ് ചെയ്തവരെ ഞാൻ എന്തിനു വെറുതെ വിടണം? അവർക്ക് കഠിനമായ ശിക്ഷ ലഭിക്കണം. ഇപ്പൊ ഏറ്റവും ലജ്ജാകരമായ കാര്യം എന്തെന്നാൽ ആ പെൺകുട്ടി എല്ലാ പ്രതികളുടെയും പേരുകൾ വ്യക്തമായി പറഞ്ഞിട്ടും പോലീസ് ഇതുവരെയും വെറും 3 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മോഹിത്, അവന്റെ അച്ഛൻ, അവന്റെ ചാച്ചൻ. എൻ്റെ അഭിപ്രായത്തിൽ ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത ഒരാൾ പോലും രക്ഷപ്പെടാൻ പാടില്ല.
ഈ വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് ഈ സംഭവം എത്തിക്കാൻ ലൈക്കും കമന്റും ചെയ്യുക. സമൂഹമായി നമ്മൾ ജാഗരൂകരായിരിക്കണം. ഈ പെൺകുട്ടിക്ക് അവൾ അർഹിക്കുന്ന നീതി ലഭിക്കാൻ നമ്മൾ ശബ്ദമുയർത്തുകയും വേണം. ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് തെറ്റിനെ തുടക്കത്തിൽ തന്നെ എതിർക്കുകയും പരാതി നൽകിയവരുടെ ശബ്ദം സമയത്ത് കേൾക്കുകയും ചെയ്യേണ്ടത് എത്ര പ്രധാനമെന്നതാണ്. ഒരു പെൺകുട്ടിയുടെ ഇല്ല എന്ന മറുപടി അതിനെ ബഹുമാനിക്കണം. നിരസിച്ചതിന് പ്രതികാരമായി ഒരാളുടെ ജീവിതം നശിപ്പിക്കുന്നത് ഒരിക്കലും സ്നേഹമല്ല, അതൊരു കുറ്റകൃത്യമാണ്. അതുപോലെ കുടുംബവും പോലീസും സമൂഹവും സമയത്ത് ഇടപെടുകയാണെങ്കിൽ നമുക്ക് പല ദുരന്തങ്ങളും തടയാൻ സാധിക്കും. നീതി വൈകുന്നത് പലപ്പോഴും കൂടുതൽ വേദനയ്ക്ക് തന്നെ കാരണമാവുകയും ചെയ്യും. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ പറയുക. കൂടുതൽ വ്യത്യസ്തമായ സംഭവങ്ങളെക്കുറിച്ച് അറിയാനായി നമ്മുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.